കുക്കിറ്റ് വിത്ത് അഫിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഉണ്ടാക്കുന്നത്. വീട്ടിലൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം ഇതിനായിട്ട് വലിയ ഉരുളക്കിഴങ്ങ് എടുക്കുക. ഞാൻ 3 എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിന്റെ തോലൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കഴുകി 3 തോല് കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അരിഞ്ഞെടുക്കുകയാണ്. ആദ്യം ഈ 2 ഭാഗം ഒന്ന് അരിഞ്ഞ് കളയുക. എന്നിട്ട് നമ്മൾ ഇത് പിന്നെ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. അപ്പം ഇതേപോലെ കിട്ടും. അങ്ങനെ ഇതെല്ലാം ഇനി നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന്റെ ഷേപ്പിലേക്ക് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. ബാക്കിയുള്ള എല്ലാ ഉരുളക്കിഴങ്ങും ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുക്കണം. അപ്പോൾ കംപ്ലീറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിക്കണം. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇടണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി വേറെ ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ വെള്ളത്തിൽ തന്നെ ഇടണം. എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മുങ്ങി കിടക്കാനുള്ള വെള്ളം വേണം. എന്നിട്ട് ഈ വെള്ളം ഒന്ന് 2 മിനിറ്റ് തിളച്ചതിന് ശേഷം 2 മിനിറ്റെങ്കിലും ഒന്ന് തിളയ്ക്കണം. 2 മിനിറ്റ് തിളച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഡ്രെയിൻ ചെയ്ത് എടുക്കുകയാണ്. പിന്നെ ഇതൊന്ന് 10 മിനിറ്റ് 15 മിനിറ്റ് ഒന്ന് തണുക്കാൻ വിടണം. അല്ലെങ്കിൽ ഫ്രൈ കറക്റ്റായിട്ട് കിട്ടൂല. ഇനി ഒരു പാനിലേക്ക് നമ്മൾ ഓയിൽ ചൂടാക്കി എടുക്കുകയാണ്. ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ ഈ തണുത്ത് വന്നിട്ടുള്ള പൊട്ടാറ്റോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ആഡ് ചെയ്യാം. ഇപ്പം എല്ലാം കൂടെ ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതൊന്ന് ഫ്രൈ ആയി കിടക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം. അപ്പൊ ഇതൊന്ന് ഹാർഡായി കിട്ടണം. എല്ലാം ഒന്ന് വെന്തിട്ട് പൊട്ടാറ്റോ ഒന്ന് കുറച്ചൊന്ന് ഹാർഡായിട്ട് നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. ഇതൊരു ഡബിൾ ഫ്രൈ ചെയ്യുന്നുണ്ട്. നമ്മൾ 2 പ്രാവശ്യം ഫ്രൈ ചെയ്യുന്നുണ്ട്. എന്നാലാണ് ആ കറക്റ്റ് ടെക്സ്ചർ കിട്ടുക. ഇനി നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ കോൺഫ്ലോറോ അല്ലാതെ ഫ്രിഡ്ജിൽ വെക്കുന്നൊക്കെ മെത്തേഡ് ഉണ്ട്. അതൊന്നും ചെയ്യുന്നില്ല. ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് ഹോസ്റ്റലിലൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാം ഞാൻ ഇതുപോലെ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതും കുറച്ചു നേരം ഒന്ന് തണുക്കാൻ വേണ്ടി വിടുന്നതാണ്. ഒരു 10-15 മിനിറ്റ് തണുക്കാൻ വേണ്ടി വിടുക. അപ്പം തന്നെ എണ്ണയിൽ ഇട്ടുകയാണെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ് കിട്ടൂല. ഇനി നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഇനി നമ്മളൊരു ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഇതുപോലെ വരും. കുറച്ചും കൂടി ഒന്ന് ഹാർഡാവും. ഫ്രഞ്ച് ഫ്രൈസിന്റെ ഒക്കെ ആ ഒരു ഇതിലേക്ക് കിട്ടും. പിന്നെ ഒരുപാട് ബ്രൗൺ കളർ ആക്കണമെന്നില്ല. ഒന്ന് ഹാർഡായി വന്നിട്ടാണെങ്കിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഒരു കിച്ചൺ ടിഷ്യൂയിലേക്ക് മാറ്റാം. അതുപോലെ ബാക്കിയുള്ള എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇത്ര സിമ്പിളാണ്. നമുക്കിത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് മെത്തേഡ് ഉണ്ടാക്കുന്നത്. ഇത് ഇങ്ങനെ ആകുമ്പോൾ ഡബിൾ ഫ്രൈ ചെയ്താൽ വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുക്ക് ഇറ്റ് ആൻഡ് ഹാവ് ഇറ്റ്.